അത് നല്ല വർത്തമാനമാണല്ലോ. നിങ്ങൾ സ്വാമിയാണോ അതോ അവളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനോ? എല്ലാവർക്കും ഓരോരോ രഹസ്യങ്ങളില്ലേ. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോ വന്നതും ഒരു രഹസ്യം മനസ്സിൽ ലക്ഷ്യം വച്ചിട്ടല്ലേ? അതെങ്ങനെ സ്വാമിക്ക് മനസ്സിലായി? ഈശ്വരന്റെ കൂടെയല്ലേ ജീവിതം. ഒക്കെ ഭഗവാൻ മനസ്സിലാക്കി തരും. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ നമ്മൾ എന്ത് വഴിപാടാ സ്വാമി നടത്തേണ്ടത്? അങ്ങനെ കൈക്കൂലി പറ്റി നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തിത്തരാൻ പറ്റുന്ന ഈശ്വരന്മാരെ ഒന്നും എനിക്കറിയില്ല. പക്ഷേ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് നന്മയാണെങ്കിൽ അത് നടക്കും. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് നന്മ തന്നെയാ സ്വാമി. പറ സ്വാമി, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കോ? ഭഗവാനെ, എന്തൊരു സ്ത്രീ! ഇതും നിന്റെ സൃഷ്ടിയാണല്ലോ. എന്താ സ്വാമി, ഇതുവരെ സ്വാമി ഒരു പരിഹാരവും പറഞ്ഞില്ല. ഓ, പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലുള്ള പരിഹാരം ഇവിടെയല്ല ചെയ്യേണ്ടത്. പിന്നെ? ഇവിടെ നിന്നും കുറച്ചു മാറി വടക്കു ഭാഗത്ത് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. സുബ്രഹ്മണ്യ ക്ഷേത്രോ? അതെ. അവിടെ പോയി വേണം നിങ്ങളുടെ ഉദ്ദേശശുദ്ധിക്കുള്ള പരിഹാരം ചെയ്യാൻ. അത് ശരി. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയാം. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി സ്കന്ദഷഷ്ഠി വ്രതം നോക്കണം. എന്തൊന്ന്? സ്കന്ദഷഷ്ഠി. ഓ, അത് ശരി. അപ്പൊ ഈ പറഞ്ഞ നോക്കിട്ട് അത് നോക്കിയിട്ട് അടുത്ത തൈപ്പൂയത്തിന് കവിളിൽ രണ്ടിലും ശൂലം കുത്തി കാവടിയെടുത്ത് 101 പ്രദക്ഷിണം വെക്കണം. എന്തോന്നാ പറഞ്ഞത്? കവിളില് ശൂലം കുത്താനോ? സ്വാമി എന്താ എന്നെ കൊല്ലാനുള്ള പൂജയാണോ പറഞ്ഞത്? ഇങ്ങനെ ചെയ്താലേ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും. അയ്യടാ, എന്റെ കവിളില് ശൂലം കുത്തിയിട്ട് വേണോ? അതൊന്നും നടക്കില്ല സ്വാമി. അതെ, എന്റെ കവിള് നോവും. എന്റെ കാര്യം നടത്താനേ എനിക്കറിയാം. ഒരു കാര്യം ചോദിക്കുമ്പോ വായി തോന്നിയാണോ പറയുന്നത്? ദേ, ഈ സ്വാമി ആ സ്വാതിയുടെ ആള് തന്നെയല്ലേ? സ്വാമി അതെ സ്വാമി. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പു ശമിപ്പതുണ്ടു. കഷ്ടം, തനിക്കാഞ്ഞിരം തന്നെ. കയ്പല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരു ജന്മം. എടി മോളെ, സംഗതി റെഡിയല്ലേ? പിന്നല്ലാതെ. അതിനല്ലേ ഞാൻ അടുക്കള കയറിയത്. ദേ നോക്ക്, തൈര് ഇത്ര മതിയോ? പിന്നെ മതി. ഇത് തന്നെ ധാരാളാ. അല്ലമ്മേ, അമ്മ പറഞ്ഞത് ശരി തന്നെയല്ലേ? അല്ല, അവസാനം മോരിന് കടുക് താളിക്കുന്നത് വെറുതെ ആയി പോരുത്, അതുകൊണ്ട് പറഞ്ഞതാ. എടി മോളെ, പണ്ടത്തെ ആളുകൾ ഓരോന്ന് പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും അതൊന്നും വെറുതെ അല്ല, ഒക്കെ അച്ചട്ടാ. അതിനൊരു മാറ്റവും വരത്തില്ല. എന്തായാലും അവളുടെ ഗർഭം സത്യമാണോന്ന് നമുക്കൊന്ന് അറിയണം. അതിന് ഈ മോര് കടുക് താളിക്കുന്നതാ നല്ലതെങ്കിൽ നമ്മൾ അത് അവളെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. നല്ലതാണോന്നോ? എടി മോളെ, ഗർഭിണിയായ ഒരു പെണ്ണ് മോരിന് കടുക് താളിച്ചാൽ ആ നിമിഷം അവള് ശബ്ദിച്ചിരിക്കും. അത് ഉറപ്പല്ലേ? പിന്നെ ഇനി ഗർഭിണി അല്ലെങ്കിൽ ഈ മോരല്ല, ഒരു കുടം മോരിന് കടുക് താളിക്കാൻ ശ്രമിച്ചാലും ഒരു പെണ്ണ് ഛർദ്ദിക്കാൻ പോണില്ല. എന്റെ ദേവി, നീ ഒന്ന് പൊലിപ്പിച്ച് തന്നേക്കണേ. അവളുടെ ഗർഭത്തിന്റെ സത്യം ഇന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു തരണേ. അയ്യോടി മോളെ, അതിന് ഇത്രയ്ക്ക് വലിയ പ്രാർത്ഥനയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ അവളെ കൊണ്ടങ്ങ് ചെയ്യിച്ചാ മാത്രം മതി. മോളെ, ദാ ഈ മോരിനകത്ത് തേങ്ങ അരച്ച് ചേർത്ത് കടുക് താളിക്കുമ്പോ വരുന്നൊരു മണമുണ്ടല്ലോ, അത് ഗർഭിണി പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ മനം പുരട്ടലും ഛർദിയും തുടങ്ങും. 3 തരമല്ലേ? അല്ല മാം, നമ്മൾ പറഞ്ഞ അവൾ ഉടനെ തന്നെ കടുക് താളിക്കാൻ വരുമോ? ഇനി ഇതൊരു കെണിയാണെന്ന് അവൾക്കെങ്ങനെ തോന്നിയാലോ? എടി പെണ്ണെ, ഈ സ്വാതിക്കേ ആനക്കുട്ടിയുടെ തടി മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. നമ്മൾ എത്ര വഴക്കിട്ടാലും ഇങ്ങനെ ചിരിച്ചു കാണിച്ചാ അവള് നമ്മളോടെങ്ങി പോരും. സ്നേഹത്തോടെ അവളെ ചെന്നൊന്ന് വിളിച്ചാ മതി, അവള് വരും. പിന്നെ അവളെ വരുത്താനുള്ള അടവൊക്കെ ഈ ഭാനുമതിക്കറിയാം. അമ്മേ, അമ്മ പറയുന്നത് പോലെ അവളത്ര മണ്ടിയൊന്നും അല്ല. അവളുടെ ആന വണ്ണത്തിന്റെ ബുദ്ധിയെ അവളുടെ തലയിലും ഉണ്ട്. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല. ഒരു കാര്യത്തിനായിട്ട് അവൾ ഇറങ്ങി തിരിക്കണമെങ്കിൽ അവള് 2 വട്ടം ആലോചിക്കും.
പ്രത്യേകിച്ച് ശത്രുപക്ഷത്തുള്ള എന്റെ കൂടെ നിൽക്കുന്ന അമ്മ ചെന്ന് അവളെ വിളിക്കുമ്പോ അവൾ അത്ര പെട്ടെന്ന് അങ്ങ് വരുവോ? മോളെ ഗൗരി, ഈ പദ്ധതി പ്ലാൻ ഇട്ടത് ഈ ഭാനുമതിയാ. അതെങ്ങനെ നടപ്പാക്കണമെന്നും ഈ ഭാനുമതിക്ക് അറിയാം. നടന്നാ മതി. നടക്കും. ദാ, നീ ഇതൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞങ്ങ് നിന്ന് തന്നാ മതി. ബാക്കിയല്ലേ ഈ ഭാനുമതിയേറ്റ്. അമ്മയുടെ ഈ പദ്ധതി വിജയിച്ചാലേ അമ്മയ്ക്ക് ഞാനൊരു ഡയമണ്ട് നെക്ലസ് വാങ്ങിച്ചു തരും സമ്മാനമായിട്ട്. ഡയമണ്ട് നെക്ലസോ? അയ്യോ എന്റെ ദൈവമേ, മോളെ ഇത് സത്യമാണോടി? സത്യം. അയ്യടാ, അമ്മയുടെ ഈ കഴുത്തിലെ ഡയമണ്ട് നെക്ലസ് ഇങ്ങനെ കിടന്ന് തിളങ്ങും. ഈ ഗൗരി മോളുടെ സമ്മാനം. ഇതുപോലൊരു മരുമോള് ആർക്ക് കിട്ടും? നീ എന്റെ ചൊക്കര മുത്തല്ലേടി. എന്റെ അമ്മയെ പോലെ ഒരു അമ്മായി അമ്മേ ഏത് മരുമോക്ക് കിട്ടും? എന്റെ അമ്മ സ്വർണ്ണമല്ലേ, തനി തങ്കം. എന്റെ അമ്മ ആ ഡയമണ്ട് നെക്ലസ് ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി വരുമ്പോ എന്തൊരു ചന്തമായിരിക്കും. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അവളെ വിളിച്ചോണ്ടെന്ന് ഈ മോരിന് കടുക് താളിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. പിടിച്ചേ, ഞാൻ പോയിട്ട് വരാം. ഈശ്വര, അടവുകൾ ഓരോന്നോരോന്നായി പുറത്തെടുക്കാൻ നീ എന്നെ സഹായിക്കണേ. അമ്മ ധൈര്യമായിട്ട് ചെല്ല്, നടക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് വരാം. പോയിട്ട് വരാം. ഈയടാ, ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞപ്പോ പെണ്ണുമ്പിള്ളയുടെ ഇളക്കം കണ്ടില്ലേ? ഡയമണ്ട് നെക്ലേസ് ഇട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാൻ പറ്റിയ ഐറ്റം. എന്തായാലും എന്റെ ഐഡിയ ഏറ്റു. ഭാനുമതി ഇന്ന് എന്തെങ്കിലും പറഞ്ഞ് അവളെ കൊണ്ടേ വരും. ഈശ്വരാ, അവള് ഗർഭിണിയായിരിക്കല്ലേ. മോളെ സ്വാതി, അയ്യോ മോളിങ് വന്നോ? ഞാൻ മോളെ തിരക്കി അങ്ങോട്ട് വരുമായിരുന്നു. രാവിലെ ഇവർക്ക് എന്താ ഒരു സ്നേഹം കൂടുതൽ? എന്തോ പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ, നല്ല സാരി. മോക്കത് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. എന്തിനാ എന്നെ തിരക്കി വന്നേ? അതെ, മോൾ എന്നെ ഒന്ന് സഹായിക്കോ? എന്ത് സഹായം? മോക്ക് വയ്യായികണ്ടെന്ന് അമ്മായിക്ക് അറിയാം. എന്നാലും മോൾ അമ്മായി ഒന്ന് സഹായിച്ചേ പറ്റൂ. ഒരുപാട് ദിവസമായി ഇത് മോളോട് പറയണോന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ ഇതുവരെ പറയാത്തത്? ആരെങ്കിലും പറഞ്ഞോ എന്നോട് പറയണ്ടെന്ന്? അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതിനൊരു അവസരം ഒത്തു വന്നില്ല. എന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം? എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ചെയ്തു തരുന്നതിന് എനിക്കൊരു മടിയില്ല. അയ്യോ, അത് മോക്കല്ലാതെ വേറെ ചെയ്യാൻ പറ്റില്ല. അന്ന് അതിന്റെ രുചി അത്രയ്ക്കായിരുന്നു. രുചിയോ? എന്തിന്റെ രുചി? എടി മോളെ, ഒരു 2 മാസം മുമ്പ് അമ്മായിയോട് വന്നപ്പോഴേ ഒരു ദിവസം അമ്മായിക്ക് മോള് മോരില് കടുക് തളിച്ച് തന്നില്ലേ? ഞാനോ? എപ്പോ? അയ്യോ, മോളത് മറന്നുപോയി അല്ലേ? ഈ തേങ്ങയൊക്കെ അരച്ച് കറിവേപ്പിലേക്ക് ചേർത്ത് മോളന്ന് മോരിന് കടുക് തളിച്ചില്ലേ? എന്തൊരു രുചിയായിരുന്നെന്നറിയൂ. അത് ശരി. അപ്പൊ അമ്മായി എന്നെ അടുക്കള കയറ്റാനുള്ള പണിയാണെന്ന് തോന്നുന്നു. ദേ, ആ രുചിതാ ഇപ്പോഴുണ്ട് നാവിൻ തുമ്പത്തുണ്ട്. അത് പറഞ്ഞപ്പോ തന്നെ എന്റെ നാവിക്കൂടെ അങ്ങ് വെള്ളം ഊറുവാ. എന്തൊരു രുചിയായിരുന്നു. കൊള്ളാം, നല്ല ഐഡിയ. അതെ, മോള് കടുക് താളിച്ച മോരും കൂട്ടി ഒരിത്തിരി ചോറുണ്ടാൻ അമ്മായിക്ക് കൊതിയാവുന്നടാ. ഞാൻ എത്ര കടുക് താളിച്ചാലും മോളുണ്ടാക്കുന്ന രുചി കിട്ടത്തില്ല. അതെന്താണോ എന്തോ. ഓ, മോൾ ഇത്തിരി മോരിന് കടുക് താളിച്ചതാ. ഓഹോ, ഇത് പറയാനാണോ ഇത്രയും വെപ്രാളം കാണിച്ചത്? വൈകിട്ടാവട്ടെ, ഞാൻ അമ്മായിക്ക് മോര് കടുക് താളിച്ച് തരാം. അയ്യോ, അത് പറ്റത്തില്ല. ഞാനിവിടെ മോരെല്ലാം കലക്കി റെഡിയാക്കി വെച്ചിരിക്കുക. മോളൊന്ന് വന്ന് ഒരിച്ചിരി വെളിച്ചെണ്ണ ചൂടാക്കി കടുക് താളിച്ച് തന്നാ മാത്രം മതി. അമ്മായിക്ക് വിശന്നിട്ടാ. അതുകൂട്ടി ഇത്തിരി ചോറുണ്ടണം. ഒന്ന് വാ മോളെ, ഒരു 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. ശരി ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. അമ്മായി ചെന്ന് അതെല്ലാം എടുത്ത് വെക്കും. ശരി, എന്നാ പിന്നെ മോള് വേഗം വരണം. അമ്മായിയെ പറ്റിക്കരുത്. ഇല്ല, വരാം. അമ്മായി ചെല്ല്. ശരി മോളെ, മോക്ക് 100 പുണ്യം കിട്ടും. അമ്മായിയുടെ നാവിന്ന് സ്നേഹം അങ്ങ് വഴുതി ഒഴുകയാണല്ലോ. എന്തായിരുന്നു ഭാനുമതി അമ്മ മൊഴിഞ്ഞത്? ഞാൻ മുറ്റത്തുനിന്ന് കണ്ടായിരുന്നു. അത് ചുമ്മാ. അമ്മായിക്ക് ഞാൻ ഉണ്ടാക്കുന്ന മോര് കടുക് താളിച്ചത് ഭയങ്കര ഇഷ്ടമാണത്രേ.
അവർക്ക് ചോറുണ്ണാൻ ഞാൻ ഇപ്പൊ ഇത്തിരി മോരുണ്ടാക്കി കൊടുക്കണോന്ന്. അത് പറയാൻ അമ്മായി വന്നത്. ഓഹോ, അത് ശരി. അപ്പൊ ഇതായിരുന്നല്ലേ ആയമ്മയുടെ പുതിയ അടവ്. കൊള്ളാം. അടവോ? എന്തടവ്? എന്റെ പൊന്ന് സ്വാതിയെടുത്തി, അവര് സ്വാതിയെടുത്തിക്ക് ഒരു ഒന്നാന്തരം പാര വെക്കാനാ നോക്കുന്നത്. പാരയോ? എന്ത് പാര? ഈ മോരിനെ കടുക് താളിക്കാൻ ഏട്ടത്തിയെ വന്ന് വിളിച്ചത് ഏട്ടത്തി പണ്ടുണ്ടാക്കിയ മോരിന്റെ രുചി കൊണ്ടാണെന്ന് അവര് പറഞ്ഞത് ഏട്ടത്തി വിശ്വസിച്ചോ? അത് സ്വാതിയേട്ടത്തി കൊടുക്കാനുള്ള നല്ല ഒന്നാന്തരം കെണിയാ. കെണിയോ? എന്ത് കെണി? ഒരു മോരില് കടുക് താളിക്കുന്നതിന് എന്താ ഇത്ര വലിയ കെണി? എന്റെ സ്വാതിയേട്ടത്തി, ഈ ഗർഭിണി പെണ്ണുങ്ങള് മോരിന് കടുക് താളിക്കത്തില്ല. അതെന്താ? ഗർഭിണികളായ സ്ത്രീകള് മോരിന് കടുക് താളിച്ച കടുക് എണ്ണയിലിട്ട് പൊട്ടിത്തെറിച്ച് മോരെടുത്തൊഴിച്ച് കാച്ചാൻ തുടങ്ങുമ്പോ അതിന്റെ മണം അവർക്ക് പിടിക്കില്ല. അപ്പൊ തന്നെ മനം പുരട്ടലും ഛർദിയുണ്ടാവും. സത്യമാണോ? അതെ, സത്യം തന്നെയാ. ഗർഭിണി പെണ്ണുങ്ങൾക്ക് കടുക് താളിക്കുന്ന മോരിന്റെ മണം വന്നാ മതി, ഛർദിച്ച് വശം കെടും. സ്വാതിയേട്ടത്തിക്ക് ഗർഭം ഉണ്ടോന്ന് അറിയാനുള്ള ഭാനുമതി അമ്മയുടെ പരീക്ഷണം ഇത്. എന്റെ ഈശ്വരാ, ഈ തൊള്ള കൊള്ളാലോ. ഞാനിപ്പോ അബദ്ധത്തില് പെട്ടുപോയാനല്ലോ നന്ദിനി. സ്വാതിയേട്ടത്തിക്ക് ഗർഭം ഉണ്ടോന്ന് അവർക്ക് ഇപ്പോഴും സംശയമുണ്ട്. അത് തെളിയിക്കാനുള്ള അടവാ ഇത്. അതിനകത്ത് ചെന്ന് തലവെച്ച് കൊടുത്താ ഏട്ടത്തിക്ക് ഗർഭമില്ലെന്ന കാര്യം അവർക്ക് മനസ്സിലാവും. ഓഹ്, ഞാൻ മോരുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞും പോയല്ലോ. നന്ദിനി, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഏട്ടത്തിക്ക് പറ്റില്ലെന്ന് തിരിച്ചു പറയണം, അത്രേ ഉള്ളൂ. അയ്യോ, അത് കുഴപ്പമാവില്ലേ? ഗർഭിണി അല്ലാത്തതുകൊണ്ടാണ് കടുക് താളിക്കാൻ ചെല്ലാത്തെന്ന് അവർക്ക് മനസ്സിലാവില്ലേ? ആ, അതും ശരിയാ. ശോ, ഇതിപ്പോ ചെകുത്താനും കടലും നടുക്ക് പെട്ട പോലെ ആയല്ലോ. എടി, ഇതിന്ന് രക്ഷപ്പെടാൻ നീ ഒരു വഴി പറ നന്ദിനി. ഒന്ന് വേഗം പറയടി. ആ, കിട്ടി. ഒരു വഴിയുണ്ട്, അത് പരീക്ഷിച്ചു നോക്കാം. എന്താ അത്? ഏട്ടത്തി പോയി മോരിന്റെ കടുക് താളിക്കാൻ തുടങ്ങിക്കും. അതിനിടയില് ഞാനൊരു ഗ്ലാസ് സാധനം കൊണ്ടുതരാം. എന്ത് സാധനം? അതൊക്കെ പറയാം. എന്താന്ന് തിരിഞ്ഞു ചോദിക്കാൻ നിൽക്കാതെ ഒറ്റ വലിക്കാൻ കുടിച്ചേക്കണം. എന്നിട്ട് ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. നന്ദിനി, എനിക്കിത് വിശ്വസിക്കാലോ അല്ലേ? ഗർഭിണി അല്ലാത്ത സ്വാതിയേട്ടത്തി ഛർദിക്കുമോ ഇല്ലയോ എന്നറിയാന് അവര് ഈ അടവൊക്കെ ഇറക്കിയത്. അതിന് ഏട്ടത്തെ ഛർദിപ്പിച്ചോണ്ട് ഈ നന്ദിനി കലക്കനൊരു മറുപടി അങ്ങ് കൊടുക്കും. നീ എന്താ ചെയ്യാൻ പോകുന്നേ? അതൊന്ന് നേരത്തെ പറയടേ. ഏട്ടത്തി ധൈര്യമായിട്ട് പൊയ്ക്കോ. ഏട്ടത്തി ഛർദിക്കും 3 തരം. ഞാൻ ഗ്ലാസ്സിൽ കൊണ്ടുവരുന്ന സാധനം അതുപോലെ അങ്ങ് കുടിച്ചാ മതി. ദേ തള്ള വിളി തുടങ്ങി. ചെല്ല്. നന്ദിനി, നിന്റെ ഉറപ്പിലാ ഞാൻ പോകുന്നത്. ഞാൻ വാക്ക് പാലിച്ചിരിക്കും. ഏട്ടത്തി അവരുടെ മുന്നിൽ തോൽക്കില്ല, അത് ഞാൻ ഉറപ്പ് തരാം. ശരി, നീ വേഗം വരണേ. എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേ. ഇല്ല, ഏട്ടത്തി പോയിക്കോ, ഞാൻ ഏറ്റു. എന്നാലും എന്റെ അമ്മ സമ്മതിച്ചു തന്നിരിക്കുന്നു. അവളെ സംസാരിച്ച് കുപ്പിയിലിറക്കില്ലേ? ഭാനുമതി ഏറ്റതാ, കൊണ്ടേ പോവും. ഇതങ്ങോട്ടേക്ക്. വാ മോളെ, വാ. ദേ, നീ ഇങ്ങോട്ട് മാറിയേ. ദേ, സ്വാതി മോള് വന്നു. ഇനി മോളെല്ലാം എനിക്ക് ശരിയാക്കി തരും. ഓ, ഞാൻ മോരുണ്ടാക്കി തരാന്ന് പറഞ്ഞ അത് അമ്മയ്ക്ക് പിടിക്കില്ലല്ലോ. ഇവളുണ്ടാക്കുന്ന മോരിന്റെ രുചിയും ഗുണവും പറയാനല്ലേ അമ്മയ്ക്ക് നേരമുള്ളൂ. അതെ, ഉള്ളതുപോലെ ഞാൻ പറയും. അതെന്റെ സ്വഭാവ. ഞാൻ വിളിച്ച മോള് വന്ന് കടുക് താളിച്ച് തരൂന്ന് ഇവള് സംശയം പറഞ്ഞതാ. ഇപ്പൊ എന്തായടി? എന്റെ സ്വാതി മോള് വന്നത് കണ്ടോ? ഓ, കണ്ടു. ചട്ടിയും കലമാവുമ്പോ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും അല്ലേ മോളെ? അതെനിക്കറിയില്ല. പക്ഷെ ഒരു വീട്ടിലുള്ള ചട്ടിയും കലമൊന്നും ആവശ്യമില്ലാതെ തട്ടിപ്പൊട്ടിച്ച് കളയരുതെന്നാ എന്റെ പക്ഷം. എല്ലാം തട്ടാതെയും മുട്ടാതെയും പരസ്പരം സ്നേഹത്തോടെ ഇരിക്കുമ്പോഴാ ഈ വീടിനൊരു സൗന്ദര്യം ഉണ്ടാവുക. അതൊക്കെ വീട് മോളെ. ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നതേ അത് ഈശ്വരൻ കൊടുക്കുന്ന ഒരു അനുഗ്രഹ.
അന്ന് മോളാ മോര് കടുക് തളിച്ച് തന്നതും കൂട്ടി ഞാൻ എത്ര തവി ചോറുണ്ടെന്നറിയോ നിനക്ക്? ആ, അന്ന് മുതൽ വിചാരിക്കുന്നതാ മോളുണ്ടാക്കുന്ന മോര് ഒരു പ്രാവശ്യം കൂടി കഴിക്കണമെന്ന്. ഇന്നാ അതൊത്തത്. എടി മോളെ, നീ അതിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചേ. ആ ദായിരിക്കുന്നു നിന്റെ കേമപ്പെട്ട മോരെ താളിച്ചത് അമ്മയ്ക്ക് കൊടുക്ക്. നീ എന്നോട് വിരോധിച്ചിട്ട് എന്താ കാര്യം? അമ്മായിയല്ലേ എന്നെ നിർബന്ധിച്ചോണ്ട് വന്നത്? എന്നെ കൊണ്ട് ഈ കടുക് താളിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? എന്നെ പരീക്ഷിക്കാനല്ലേ? എന്തോന്ന് പരീക്ഷിക്കാൻ? എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കൊച്ചേ. ശത്രുപക്ഷത്ത് നിൽക്കുന്നവര് പെട്ടെന്ന് ഇങ്ങനെ അടുത്ത് വന്ന് സ്നേഹിക്കാൻ തുടങ്ങുന്നത് സൂക്ഷിക്കണമെന്നാ പണ്ടുള്ളവര് പറഞ്ഞിട്ടുള്ളത്. അതെ, അങ്ങനെ ഞങ്ങൾ നിന്നെ പരീക്ഷിക്കാനൊന്നും വന്നതല്ല. ആ, എല്ലാം ഈ അമ്മയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ. ഞാൻ കടുക് താളിച്ചു തരാന്ന് പറഞ്ഞാ കേക്കണ്ട. സ്വാതിമോള് വന്നാലല്ലേ ഇതൊക്കെ ഇറങ്ങും. ഇപ്പൊ മറുപടി കിട്ടിയല്ലോ. അത് പിന്നെ അതെ, അധികം അഭിനയിക്കാനൊന്നുമില്ല. അമ്മ ഈ ഒരു കാര്യം പറഞ്ഞു, ഞാനത് സാധിച്ചു തരുന്നു, അത്രേ ഉള്ളൂ. ഇതിന്റെ പേരിൽ എന്നോടുള്ള ശത്രുതയ്ക്കൊന്നും ഒരു കുറവും വരുത്തണ്ട. ഞാൻ മോര് താളിച്ചു തരാം. രണ്ടുപേരും കൂടി എന്നെ പിടികൂടാൻ കാത്തു നിന്ന് കാല് കഴിക്കത്തേ ഉള്ളൂ. അമ്മേ, ഇവർക്ക് ഗർഭമൊന്നുമില്ല. മണമൊന്നും കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ ശരിയാവും. ഇപ്പറിയാം. നല്ല മണം. ആഹാ, നല്ല മണമല്ലേ? എന്തോടി ഇതെന്താ ഇങ്ങനെ? ഇവക്കെന്താ ഒന്നും സംഭവിക്കാത്തത്? അമ്മേ, ഇവിടെ കൊള്ള ഗർഭം ഇപ്പൊ തന്നെ പൊളിക്കും. കൊള്ളി. ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊള്ളാല്ലേ? ദൈവമേ, നന്ദിനിയുടെ ഉറപ്പിന്മേലാ ഞാൻ ഇതിന് തീരുമാനിച്ചത്. അവള് വന്നില്ലെങ്കിൽ ഞാൻ ഇവരുടെ മുമ്പിൽ കുടുങ്ങുമല്ലോ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്റെ ഭഗവാനെ. സ്വാതിയേട്ടത്തി, ആ ഇതും കുടിച്ചേ. ഗർഭിണി പെണ്ണുങ്ങള് ഹെൽത്ത് ഡ്രിങ്ക് നന്നായിട്ട് കുടിക്കണമെന്ന് പറയുന്നത്. ഇതൊറ്റ വലിക്കാൻ കുടിച്ചേ. ഇതെന്തോടി കൊച്ചേ? ഇതൊരു ഹെൽത്ത് ഡ്രിങ്കാ. ഓ, എന്താണോ എന്തോ, ഇതൊന്നും ഞാൻ കുടിച്ചിട്ടില്ലേ. ചുമ്മാതല്ല മോർണിംഗ് ആയിപ്പോയെ. എന്താണ്? ദിവസം രാവിലെയും വൈകിട്ട് ഞാനിത് കൊടുക്കുന്നതാ. ഗർഭിണികൾക്കുള്ള സ്പെഷ്യലാ. എന്താ ഈശ്വരാ, ഇപ്പൊ തന്നെ ഞാൻ ഛർദിക്കും. ഇവളിതെന്തോന്നോ കലക്കി കൊണ്ടുവന്നിരിക്കുന്നത്? ദൈവമേ, ഇത് കുടിച്ച് തീരെ മുമ്പേ ഛർദിക്കല്ലേ.
അമ്മേ ഒന്നും ആയില്ലല്ലോ. എന്തൊറ്റ മോളെ? മോളെ ഒന്നുമില്ല, എനിക്ക് ഈ മോരിന്റെ സ്മെല്ല് പിടിക്കുന്നില്ല. ആണോ? അയ്യോ, കണ്ടോടി സംഗതി ഏറ്റ്. വേലായി, എന്റെ പരീക്ഷണം വിജയിച്ചല്ലോ. ഛെ,